കേൾക്കുന്നില്ല മാതാജി. ഹരേ കൃഷ്ണ. ഭസ്മപദ ജലിക. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 15. പാണ്ഡവർ യഥാസമയം വിരമിക്കുന്നു. ശ്ലോകം 21. തത്വേതനുസ്ത ഇഷവസരദോ ഹയാസ്തേ സോ അഹം രതി നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദബോധ സതീശതി റിക്തം ഭസ്മൻ ഹുതം കുഹകരാധ വിഭോക്തമുഷ്യാം. വിവർത്തനം സുലപ്രഭാതിക്കിരി. എന്റെ കൈവശം അതേ ഗാന്ധീവധനുസ്സും അതേ അസ്ത്രങ്ങളും അതേ അശ്വങ്ങളാൽ വലിക്കപ്പെടുന്ന അതേ രഥവുമാണ് ഉണ്ടായിരുന്നത്. സർവ്വ രാജാക്കന്മാരും ആദരിച്ചിരുന്ന അതേ അർജുനായി തന്നെയാണ് ഞാൻ അവയൊക്കെ പ്രയോഗിച്ചതും. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭാവത്തിൽ അവയെല്ലാം ക്ഷണേന ആയിരിക്കുന്നു. അത് ചാരത്തിൽ നെയ്യ് സമർപ്പിക്കുന്നത് പോലെയും മാന്ത്രിക ദണ്ഡാൽ ധനം സ്വരൂപിക്കുന്നത് പോലെയും അല്ലെങ്കിൽ ഊഷര ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെയുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഒരെണ്ണം കൂടെ ചൊല്ലിക്കോട്ടെ മാതാജി. മാതാജി. അധ്യായം 15. പാണ്ഡവർ യഥാസമയം വിരമിക്കുന്നു. ശ്ലോകം 22, 23. രാജം ത്വയാനുപൃഷ്ടാനാം സുഹൃദാംന സുഹൃത്പുരേ വിപ്രശാപ വിമൂഢാനാം നിഘ്നതാം മുഷ്ടിവിർമിതഃ വാരുണീ മതിരാം പീത്വാ മദോന്മദിന ചേതസാം അജാനതാമിവാന്യോന്യം ചതുർപഞ്ചാവശേഷിതഃ. വിവർത്തനം. അല്ലയോ ശീലപ്രഭുപാദ് ജയ്. അല്ലയോ രാജാവേ, ദ്വാരകാപുരിയിലെ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും കുറിച്ച് അങ്ങ് ആരാഞ്ഞുവല്ലോ. അവരെല്ലാവരും ബ്രാഹ്മണ ശാപത്തിന് പാത്രമായിരിക്കുന്നു. തന്നിമിത്തം പുളിച്ച അരിയിൽ നിന്നും നിർമ്മിച്ച മദ്യം പാനം ചെയ്ത് അന്യോന്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധം മതോന്മത്തരായി ദണ്ഡുകളാൽ പരസ്പര യുദ്ധം ചെയ്തു. ഇപ്പോൾ 4 or 5 പേരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ജയപതാക സ്വാമിന്നിധി നാമിനെ. നമാചാര്യപാദായ നിധായ കൃപപ്രദായിനെ ഗൗരകഥാധാമതായ നഗരഗ്രാമതാരിനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിനെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിനെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഇസ്ലാം മംഗലാപുരത്തിന്റെ ഷോർട്ട് ഭാഗവതം ക്ലാസ്സിലേക്ക്
എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. കേൾക്കാമോ? നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ട് മാതാജി. ഹരേ കേൾക്കാം. കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാം. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. അപ്പൊ നമ്മൾ ഇന്നലെ 20-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം പകുതി വായിച്ചായിരുന്നു അല്ലേ? അപ്പൊ വായിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ 20-ാമത്തെ ശ്ലോകത്തില് നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ഇവിടെ ഇതാണ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ഭക്തർക്ക് ഭഗവാനാണ് എല്ലാം എന്നുള്ളത് പരമാത്മാവായിട്ട് സാക്ഷിയായിട്ട് നമ്മുടെ ആത്മാവിനോടൊപ്പം അല്ലെങ്കിൽ ജീവസത്തയോടൊപ്പം ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ള ആ അറിവ് ജ്ഞാനം ആർക്കുണ്ട്? ഭക്തന്മാർക്കുണ്ട് അല്ലെ, ശുദ്ധ ഭക്തന്മാർക്കുണ്ട്. അത് കാരണം അവർക്ക് ഒരു ഉത്കണ്ഠയും ഇല്ലാതെ അവരുടെ കർത്തവ്യങ്ങൾ അവർ നിറവേറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതേപോലെ പറയുന്നു, അവയ്ക്ക് പുറമെ ഭഗവാന്റെ പ്രതികരണത്തെക്കുറിച്ച് പാണ്ഡിത്യത്താലോ ഊഹാപോഹങ്ങളാലോ ആർക്കും നിർണയിക്കാനാവില്ല. ശുദ്ധ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കൂ. ഭഗവാൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയണമെങ്കിലും ആർക്കേ സാധിക്കൂ? ശുദ്ധ ഭക്തി ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാതെ ഏതാണ് പാണ്ഡിത്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഊഹാപോഹം എന്ന് വെച്ചാൽ ഓരോന്നിനെ കുറിച്ച് റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തിയെന്ന് വെച്ചാൽ ജ്ഞാനമാർഗത്തിലൂടെ ഒന്നും, ഇത് രണ്ട് ജ്ഞാനമാർഗവും ഒക്കെ പറയുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ അവ്യക്തഗതവാദികളുടെയൊക്കെ സമീപനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്കൊന്നും സാധിക്കത്തില്ല ഭഗവാൻ എങ്ങനെ പ്രതികരിക്കും എന്ന്. എന്തുകൊണ്ട് അദ്ദേഹം ചിലരെ മാത്രം ആപത്തിൽ അഥവാ ക്ലേശങ്ങളിൽ അകപ്പെടുത്തുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ പാണ്ഡവരെയും എല്ലാം അല്ല, അതേപോലെ തന്നെ ആരാണ് പ്രഹ്ലാദ മഹാരാജാവ് കുമാരനായിരുന്നപ്പോൾ അദ്ദേഹത്തിനെയും ധാരാളമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ ആരും വന്ന് പരീക്ഷിത്ത് രാജാവും എന്താണ് ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ തന്നെ ക്ലേശം അനുഭവിക്കേണ്ടി വന്നു അല്ലേ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. വേദവിജ്ഞാനത്തിന്റെ പരമജ്ഞാതാവ് അദ്ദേഹമാകുന്നു. ആകയാൽ അദ്ദേഹം യഥാർത്ഥ വേദാന്തിയാകുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചത് അദ്ദേഹം വേദാന്തത്തിന്റെ രചയിതാവുമാണ്. ആരും അദ്ദേഹത്തിൽ നിന്ന് സ്വതന്ത്രരല്ല. അപ്പൊ എന്താണ്, എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ ഈ ഭൗതിക ലോകത്ത് വരുമ്പം അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താണ്, എല്ലാവർക്കും ക്ലേശങ്ങൾ ഉണ്ടാകും. കാരണം എന്താണ്, ഇതെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഏവരും അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യാപൃതരായിരിക്കുന്നു. അപ്പം ഏതാണ്, ഭക്തരെല്ലാം അല്ലെ ഭഗവാന്റെ സേവനത്തില് മുഴുകിയിരിക്കുന്നവരാണ്. ബദ്ധാവസ്ഥയിൽ എന്തു ചെയ്യുന്നു? ഭൗതിക പ്രകൃതിയുടെ സമ്മർദ്ദത്താൽ അത്തരം സേവനങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതി വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? ത്രിഗുണങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഭഗവാന് എന്താണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യും. സമ്മർദ്ദം, ധാരാളം ടെൻഷനൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പൊ എന്താണ്, ടെൻഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ സേവനം ചെയ്യുന്നു എന്നാണ്. അതേസമയം മുക്താവസ്ഥയിൽ സ്വമേധയായുള്ള ഭഗവാന്റെ പ്രേമയുധ സേവനത്തെ ജീവാത്മാക്കളുടെ ആത്മീയ സ്വഭാവം പിന്തുണ നൽകുന്നു. മറ്റേ നമ്മൾ സമ്മർദ്ദത്താൽ നമ്മൾ ഓരോന്നും ചെയ്യും. നമുക്കൊരു ക്ലേശം വരുമ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, പൂജകളൊക്കെ എന്ത് ചെയ്യുന്നു, അർപ്പിക്കുന്നു. നമ്മൾ ഓരോന്നും നടത്താം എന്നല്ലേ, പൂജകളൊക്കെ നടത്താം എന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു അല്ലേ. ഒരു ദുരിതം വരുമ്പോൾ ഇതൊക്കെ ചെയ്യും. അതേസമയം അതെന്താണ്, ബദ്ധാത്മാവാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ്. അതേസമയം ആത്മാവെന്ന് പറയുന്നത് ആരാണ്? ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ഇതിലൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ഏതിനോട് ആസക്തിയില്ല, ഭൗതികതയോട് ആസക്തി ഇല്ലാതെ ഭഗവാനോട് ആസക്തി ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുക്താത്മാവ്. പശുഗദേവ മഹർഷി ഒരു മുക്താത്മാവാണ് അല്ലെ. അങ്ങനെയുള്ള അവരെന്ത് ചെയ്യുന്നു? സ്വമേധയാ തന്നെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ പ്രേമയുധ സേവനത്തിൽ ജീവാത്മാക്കളുടെ ആത്മീയ സ്വഭാവം പിന്തുണ നൽകുന്നു. അപ്പൊ അവർ പ്രേമയുധ സേവനത്തിൽ മുഴുകുന്നു എന്നാണ്. അത് അല്ലാതെ എന്തുകൊണ്ടെല്ലാം സമ്മർദ്ദത്താല്, ഭൗതിക പ്രകൃതിയുടെ സമ്മർദ്ദത്താൽ എന്ന് വെച്ചാൽ ക്ലേശങ്ങൾ വരുമ്പോൾ മാത്രമല്ല അവർ ചെയ്യുന്നത്. അതിന്റെ ആവശ്യം മുക്താത്മാവിന് വരുന്നില്ല. അല്ലാതെ തന്നെ അവർ എപ്പോഴും ഭക്തിയുത സേവനത്തിലായിരിക്കും. ഭഗവാന്റെ പ്രവർത്തികളിൽ അസംഗതമോ
മത്തതയോ ഇല്ല. അപ്പൊ എന്താണ് ചെയ്യാനായിട്ടുള്ള മടിയോ അല്ലെങ്കിൽ ഒരു മത്തത എന്ന് പറയുമ്പോൾ ലേസിനെസ് അല്ലേ, അലസത, അതൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ എല്ലാവരും എന്താണ് വളരെ സന്തോഷത്തോടു കൂടി മുക്താത്മാക്കളൊക്കെ ചെയ്യും. അവയെല്ലാം തന്നെ നിരപേക്ഷ സത്യത്തിന്റെ പാതയിലുള്ളവരാണ്. അവരെല്ലാം ആരായി മുക്താത്മാക്കളെല്ലാം നിരപേക്ഷ അബ്സല്യൂട്ട് ട്രൂത്ത്, അതായത് ഭഗവാൻ, എല്ലാം ആൾ ഇൻ ആളായിട്ടുള്ളത് ഭഗവാനാണ്. ആ ഭഗവാൻ അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ പാതയിലാണ്, ഭഗവാന്റെ പാതയിലാണ്, അതായത് ആധ്യാത്മിക ലോകത്ത് എത്താനുള്ള ആ പാതയിലാണ് ആരായി മുക്താത്മാക്കൾ. ഭഗവാന്റെ അചിന്ത്യ കർമ്മങ്ങളെ കുറിച്ച് ഭീഷ്മദേവൻ കുറ്റമന്യേ നിർണയിച്ചു. അപ്പൊ എന്താണ്, ഭഗവാനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഏത് ഭക്തന് മനസ്സിലായി? ഭീഷ്മദേവന് മനസ്സിലായി. ശത്രുപക്ഷത്തായിരുന്നു എങ്കിലും ഭീഷ്മദേവൻ ഭഗവാന്റെ പരമഭക്തനായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് പാണ്ഡവരുടെ വിജയമാണ് ഉദ്ദേശിക്കുന്നത്, യുധിഷ്ഠിരൻ മഹാരാജാവാകണം എന്നുള്ളതെല്ലാം ആർക്ക് മനസ്സിലാക്കി? ഭീഷ്മന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതാണ് കുറ്റമന്യേ എന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ലാതെ ശരിയായിട്ടുള്ള രീതിക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുന്നിൽ അവതരിച്ച ധർമ്മ പ്രതിരൂപത്തിന്റെയും ഭൂമി ദേവിയുടെ പ്രതിരൂപത്തിന്റെയും പശുവിന്റെയും ക്ലേശങ്ങൾ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ഉത്തമ ഭരണാധികാരിയെ തെളിയിക്കാനായി ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു. അപ്പൊ ഇവിടെ ഇതാണ് ഋഷഭവും പിന്നെ ഇതാണ് ഗോമാതാവും എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാണ്ഡവരുടെ പിൻഗാമിയായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് യുധിഷ്ഠിരനെയൊക്കെ പോലെ തന്നെ എന്താണ് പരമഭക്തനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, പരമഭക്തനും ഉത്തമ ഭരണാധികാരിയും എന്ന് തെളിയിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെയൊക്കെ ശിക്ഷിക്കും, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ മാർഗത്തിൽ ചലിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതിൽ ഉടൻ തന്നെ അദ്ദേഹം ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കും അല്ലെ. കലിപുരുഷനെ ശിക്ഷിക്കാൻ തയ്യാറായി അല്ലെ. അപ്പൊ അതിനൊക്കെ ആ ഒരു സന്ദർഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. 3 കാലുകൾ നഷ്ടപ്പെട്ട ധർമ്മദേവനെ എല്ലാം ഋഷഭം രൂപത്തിൽ കണ്ടതും പശു രൂപത്തിലെ ഭൂമിദേവിയെ കണ്ടതും അവരുടെ ക്ലേശങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്? ഉത്തമ അധികാരിയായിട്ട് ആര് സ്ഥാപിക്കുന്നതിന് വേണ്ടി? പരീക്ഷത്തിന്. അപ്പൊ ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ് അല്ലെ, തൻ്റെ ഭക്തർ ഉത്തമന്മാരാണെന്ന് തെളിയിക്കാൻ. അപ്പൊ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് എല്ലാ കൗരവന്മാരെയൊക്കെ വധിച്ചിട്ട് അതിന്റെ പ്രശസ്തി ആർക്ക് നൽകി? അർജുനന് നൽകി. അപ്പൊ അങ്ങനെയാണ് ഓരോ അവസരത്തിലും ഭഗവാൻ ഓരോ ലീലകൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേകൃഷ്ണ. എന്തെന്നാൽ ആത്മീയ മുന്നേറ്റത്തിന്റെ ഇരുസ്തംഭങ്ങളായ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സംരക്ഷണം നൽകേണ്ടത് എപ്രകാരമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ വസ്തുതയെ ഈ സംഭവത്തിലൂടെ ഇവിടെ ദൃഢീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഉത്തമ ഭരണാധികാരിയായ പരീക്ഷത്തിന് എങ്ങനെ ധർമ്മശാസനങ്ങൾ പാലിക്കണം എന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു അല്ലേ. അപ്പൊ ആത്മീയ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള 2 പില്ലറുകളാണ് ഏതായിട്ട് വരുന്നത്? ഗോക്കളും ബ്രാഹ്മണരും. ഗോക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂമി ദേവിയും, പിന്നെ ഏതാണ് ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ധർമ്മ അനുശാസനങ്ങൾ, നിയമങ്ങളാണ് അല്ലെ. അനുശാസനങ്ങൾ ധർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് പരീക്ഷത്തിന് നന്നായിട്ട് അറിയാം. അതൊന്നും കൂടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭം ഋഷഭവും ഭൂമിദേവിയും സൃഷ്ടിച്ചത് എന്നാണ്. ഏവരും ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഒരു വിശിഷ്ട കാര്യമെന്ന പരിഗണനയൊന്നും കൂടാതെ ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്ന പക്ഷം ഭഗവാൻ സ്വകർമ്മം തികച്ചും കൃത്യതയോടെ നിർവഹിക്കുന്നു. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ അയച്ചു? ഭൂമിദേവിയെയും പിന്നെ ധർമ്മരാജനെയും അയക്കുകയുണ്ടായി. അത് ഭഗവാന്റെ ഇച്ഛയായിരുന്നു. അപ്രകാരം മഹത്വം തെളിയിക്കാനായി പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാനാൽ പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ എന്താണ്? പരീക്ഷത്തിന്റെ മാഹാത്മ്യം സ്ഥാപിക്കാനായിട്ട് ആരാണ് പരീക്ഷിച്ചത്? ഇപ്പം ഭഗവാൻ തന്നെയാണ് ഋഷഭത്തിന്റെയും ഗോമാതാവിന്റെ രൂപത്തില്
ഇതാണ് പരീക്ഷിച്ചത്. അദ്ദേഹം എപ്രകാരമാണ് ഈ പ്രശ്നം വിവേകപൂർവ്വം പരിഹരിച്ചതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ അതെങ്ങനെ ആയിരുന്നു ആ പ്രക്രിയ നടന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 21. ഓം നമോ ഭഗവതേ വാസുദേവായ. സുതവുവാച ഏവം ധർമ്മേ പ്രവദതി സ സമ്രാഡ്യുജസത്തമഃ സമാഹിതേന മനസാ വിഖേദാ പരിചഷ്ടതം. സുതവുവാച ഏവം ധർമ്മേ പ്രവദതി സ സമ്രാഡ്യുജസത്തമഃ സമാഹിതേന മനസാ വിഖേദാ പരിചഷ്ടതം. ഹരേ കൃഷ്ണ. വായിച്ചോളാരെങ്കിലും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം ധർമ്മേ പ്രവദതി സ സമ്രാട്ടിജസത്തമഃ സമാഹിതേന മനസാ വിഖേദാ പര്യചഷ്ടതം. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. സൂത ഉവാച. സൂത ഗോസ്വാമി പറഞ്ഞു, നൈമിഷാരണ്യത്തിലെ ഋഷിമാരോട് പറയുകയാണ്. പരീക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തമ ഭരണത്തിൻ്റെ കാര്യം അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഏവം അതിനാൽ ധർമ്മ വ്യക്തിത്വം ആരാണ് ഇവിടെ? ഋഷഭ അല്ലേ? പ്രവദതി അപ്രകാരം സംസാരിച്ച ശേഷം അദ്ദേഹം സമ്രാട്ട് ദ്വിജസത്തമഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ സമാഹിതേന പൂർണ്ണശ്രദ്ധയോടെ മനസ്സാൽ വിഖേദ തെറ്റുകൂടാതെ പരിചഷ്ട പ്രവചിച്ചു തം അദ്ദേഹത്തോട്, ഋഷഭത്തോട്. ഇവിടെ ആര് സംസാരിക്കുന്നു? ആരാണ് സംസാരിക്കുന്നത്? പരീക്ഷിത മഹാരാജാവ് അല്ലേ? അത് സംസാരിച്ച കാര്യം സൂത ഗോസ്വാമി പറയുകയാണ്. വിവർത്തനം. സൂത ഗോസ്വാമി പറഞ്ഞു, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ധർമ്മ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ യമദേവന്റെ സംഭാഷണം ശ്രദ്ധാപൂർവം ശ്രവിച്ച ശേഷം സംതൃപ്തനായ പരീക്ഷിത് മഹാരാജാവ് പശ്ചാത്താപമോ തെറ്റോ കൂടാതെ ഇപ്രകാരം പ്രവചിച്ചു. അദ്ദേഹത്തിന് പശ്ചാത്താപിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാൻ തയ്യാറായി അല്ലേ? അതാണ് ഒരു ഉത്തമ ഭരണാധികാരി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സംരക്ഷണം ലഭിക്കേണ്ടവർക്ക് സംരക്ഷണവും നൽകും. അത് കാരണം പശ്ചാത്താപമോ തെറ്റോ ഒന്നും തോന്നിയില്ല. ഞാൻ തെറ്റു ചെയ്തു, താൻ തെറ്റു ചെയ്തു എന്നും തോന്നിയിട്ടില്ല. കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ധർമ്മ വ്യക്തിത്വമായ ഋഷഭത്തിന്റെ പ്രസ്താവന തത്വശാസ്ത്രത്താലും വിജ്ഞാനത്താലും പരിപൂരിതം ആയതിനാൽ ഋഷഭത്തിന്റെ ക്ലേശങ്ങൾ സാധാരണമല്ലെന്ന് മനസ്സിലാക്കാൻ രാജാവിന് കഴിഞ്ഞു. അപ്പോൾ കാളയും പശുവും എന്നല്ല ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. പരീക്ഷിത് മഹാരാജാവ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാ കലികാലത്തിന്റെ ദോഷങ്ങൾ ഇന്നതൊക്കെ ആണെന്ന് മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചു? പരീക്ഷത്തിന് സാധിച്ചു. കാരണം എന്താണ്? ഋഷഭം പറഞ്ഞതെല്ലാം ധർമ്മശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. വിജ്ഞാനം ഉണ്ട് അല്ലെ? വിജ്ഞാനത്താലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ഭരണാധികാരിയായ ആർക്കാണ്? പരീക്ഷത്തിന് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ രണ്ടുപേരും തുല്യരാണ് അല്ലെ? കേൾക്കുന്ന ആളും പറഞ്ഞ ആളും ഒരേപോലെ തന്നെ ധർമ്മശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയ ആളാണ്, തത്വജ്ഞാനമെല്ലാം മനസ്സിലാക്കിയ ആളാണ്, നല്ല വിജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പരീക്ഷത്തിന് സാധിച്ചു. മാത്രവുമല്ല, ഋഷഭത്തിൻ്റെ മറുപടി ശ്രവിച്ച് രാജാവ് സംതൃപ്തനാകുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ധർമ്മശാസന അധിഷ്ഠിതമായിട്ടാണ്, അതിനെ അനുസരിച്ചാണ് ആര് സംസാരിച്ചത്? ഋഷഭം സംസാരിച്ചത് അല്ലേ? വളരെ ബുദ്ധിപൂർവമാണ് സംസാരിച്ചത്. ആരാ താങ്കളെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചപ്പം വ്യക്തമായിട്ട് പറഞ്ഞില്ല അല്ലേ? ഇന്ന ആളാണ് എന്ന് പറഞ്ഞില്ല. അത് ആരുടെ ചുമതലയാണ്? രാജാവിൻ്റെ ചുമതലയാണ്. ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കേണ്ടത് ഒരു രാജാവിൻ്റെ ചുമതലയാണ് അല്ലേ? കർത്തവ്യമാണ്. അപ്പം അത് രാജാവ് ചെയ്തോട്ടെ എന്നുള്ളത് കൊണ്ട് ധർമ്മശാസനം അനുസരിച്ചുള്ള മറുപടിയാണ് ആര് കൊടുത്തത്? ഋഷഭം കൊടുത്തത്. അതുകൊണ്ടാണ് ആർക്ക് സംതൃപ്തിയായതും. ആരെയും കുറ്റപ്പെടുത്തിയില്ല. അതുകൊണ്ട് മഹാരാജാവിന് സംതൃപ്തിയുണ്ട്. പരമപുരുഷന്റെ നിയമത്തെക്കുറിച്ച് അഥവാ അനുശാസനങ്ങളെ സംബന്ധിച്ച് ശരിക്കും സുജ്ഞാതനല്ലാത്ത ഒരുവന്
ദാർശനികമായ സത്യങ്ങളെ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ പരമാർത്ഥങ്ങളെ സ്പർശിച്ചുകൊണ്ട് സംവദിക്കാൻ കഴിയില്ല. ഒരു ഡിബേറ്റാണ് അല്ലേ, ഇവിടെ സംവാദമാണ് രണ്ടുപേരും തമ്മിൽ. അപ്പം അത് സംവാദം നടത്തുന്നവർ രണ്ടുപേരും തുല്യ പാണ്ഡിത്യമുള്ളവരാണ് അല്ലെ, ഭക്തരാണ് ഒക്കെ ആണെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും ഫിലോസോഫിക്കലായിട്ട് സത്യത്തെ വിളിച്ചു പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. ധർമ്മരാജാവിന് സമാന ബുദ്ധികൂർമ്മതയുള്ളതിനാൽ പരീക്ഷിത്ത് മഹാരാജാവ് അസന്ദിഗ്ധമായി പ്രവചിച്ചു. അപ്പം എന്താണ്, തന്നെ പോലെ തന്നെ ജ്ഞാനം ആർക്കുണ്ട്? ധർമ്മരാജാവിന് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് മനസ്സിലാക്കിയ മഹാരാജാവ് ഒരു സംശയവുമില്ലാതെ ദൃഢമായിട്ട് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ എന്താണെന്നുള്ളത്. രാജോവാച ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മം പ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപദ്രേക് യധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ഹരേ കൃഷ്ണ. യത് അധർമ്മകൃത എന്നാണ്. യത് അധർമ്മകൃത, അധർമ്മം പ്രവർത്തിക്കുന്നവൻ എന്ന്. ഇവിടെ ധർമ്മം. ധർമ്മം പ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപദ്രേക് യത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ധർമ്മം പ്രവീഷി ധർമ്മജ്ഞ ധർമ്മോ അസി വൃഷരൂപദ്രേക് യത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. വായിച്ചോളൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. രാജോവാച ധർമ്മം പ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപദൃക് യഥധർമ്മമകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പദാനുപദാർത്ഥം ശ്രീല പ്രഭുപാദർക്ക് ജയ്. രാജ ഉവാച, രാജാവ് പറഞ്ഞു, ധർമ്മം ബ്രവീഷി അങ്ങ് പറഞ്ഞതുപോലെ ധർമ്മജ്ഞ ധർമ്മശാസനങ്ങൾ അറിയുന്നവൻ ധർമ്മ വ്യക്തിത്വം അതായത് യമരാജാവ് അസി അങ്ങാകുന്നു. വൃഷരൂപ ദ്രേക് ഋഷഭരൂപത്തിൽ പ്രച്ഛന്ന വേഷം ധരിച്ച് എന്തു തന്നെ ആയാലും അധർമ്മകൃത അധർമ്മം പ്രവർത്തിക്കുന്നവൻ സ്ഥാനം സൂചകസ്യ തിരിച്ചറിയുന്നവരുടെ അഭിവും അത് ഭവേത് ആയിത്തീരുന്നു. അപ്പൊ ഇവിടെ ആരാണെന്ന് മനസ്സിലാക്കിയാണ് പറയുന്നത്. യമരാജാവാണ് അല്ലെ, യമരാജനാണ് ഇവിടെ എന്ത് പറയുന്നത്, ഈ ധർമ്മങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ആര് സ്ഥാപിക്കുന്ന? പരീക്ഷിത്ത് മഹാരാജാവ് സ്ഥാപിക്കുകയാണ്. അപ്പൊ അങ്ങ് ആരാണ്? എല്ലാ ധർമ്മവും അറിയുന്ന ആരാണ്? യമരാജാവാണ് എന്നാണ് ഇവിടെ രാജാവ് സ്ഥാപിക്കുന്നത്. ഹരേ കൃഷ്ണ. വിവർത്തനം. രാജാവ് പറഞ്ഞു, ഓ ആശ്ചര്യം, ഋഷഭരൂപത്തിലുള്ള താങ്കൾ ധർമ്മസത്യം ഗ്രഹിച്ചവനാണ്. അപരാധിയെ തിരിച്ചറിയുന്നവർക്കും അപരാധിക്കും വിധിവിഹിതമായ ഉദ്ദിഷ്ട സ്ഥാനം ഏതെന്ന തത്വത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുന്ന അങ്ങ് ധർമ്മ വ്യക്തിത്വമല്ലാതെ, അതായത് യമരാജാവല്ലാതെ മറ്റാരുമല്ല. യമരാജാവിൻ്റെ കർത്തവ്യം എന്താണ്? യമലോകത്ത് തെറ്റും ശരിയും വേർതിരിച്ചറിഞ്ഞ് തെറ്റ് ചെയ്തവരെ അവർക്ക് അർഹമായ ശിക്ഷ നൽകി അതാത് ലോകങ്ങളിൽ അല്ലേ, ലോകങ്ങളിലേക്ക് അയക്കുക. ഏത് ലോകങ്ങളാണ് അവർക്ക്? അധോ ലോകങ്ങൾ അല്ലേ, അതേപോലെ നരകലോകങ്ങൾ അങ്ങോട്ട് അയക്കും. അതേസമയം നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് എവിടോട്ട് അയക്കും? ഉന്നത ലോകങ്ങളിൽ, ഉത്കൃഷ്ട ലോകങ്ങളിലേക്കും അയക്കും. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ചുമതല ഏതാണ്? തെറ്റും ശരിയും കണ്ടുപിടിക്കുക അല്ലേ. ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഇവിടെ ഋഷഭരൂപത്തിൽ വേഷപ്രച്ഛന്നനായി എത്തിയത് ആര് തന്നെയാണ്? യമരാജൻ തന്നെയാണ് എന്ന് അങ്ങ് യമരാജൻ തന്നെയാണെന്ന് ആര് സ്ഥാപിക്കുന്നു? പരീക്ഷിത്ത് മഹാരാജാവ് സ്ഥാപിക്കുന്നു. അപ്പൊ അങ്ങ് യമരാജൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യമരാജന് മാത്രമേ ഇത്രയും വ്യക്തമായിട്ട് ധർമ്മത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർക്ക് ജയം. ഭഗവത് അനുമതി ഇല്ലാത്ത പക്ഷം ഉപകാരിയോ ഉപദ്രവകാരിയോ ആയിത്തീരുന്നതിൽ ആർക്കും നേരിട്ട് ഉത്തരവാദിത്തമില്ലെന്ന് ഭക്തൻ ഊന്നി പറയുന്നു. ഭഗവാന്റെ അനുവാദം ഉണ്ടെങ്കിലേ ആരാണ് ശരി ചെയ്യുന്നത്, ആരാണ് തെറ്റ് ചെയ്യുന്നത്, ആരാണ് ഉപകാരം ചെയ്യുന്നത്, ആരാണ് ഉപദ്രവകാരിയായി മാറുന്നതെന്ന് പറയാനായിട്ട് ആർക്കാണ്?
ഭഗവാന്റെ അനുമതിയോട് കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഭക്തൻ മനസ്സിലാക്കുന്നത്. നേരിട്ട് ആർക്കും ഉത്തരവാദിത്വമില്ലെന്നാണ് ഭക്തൻ പറയുന്നത്. എല്ലാം ആരാൽ ചെയ്യപ്പെടുന്നതാണ്? ഭഗവാനാൽ ചെയ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുവാദത്തോടെ ചെയ്യുന്നതാണ്. ആകയാൽ അത്തരം പ്രവൃത്തികൾക്ക് പ്രത്യക്ഷ ഉത്തരവാദികളായി ഭക്തൻ ആരെയും കരുതുന്നില്ല. ഇപ്പൊ ഋഷഭൻ തൻ്റെ ക്ലേശങ്ങൾക്ക് കാരണക്കാരൻ ആരാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഉത്തമ ഭക്തനായതുകൊണ്ടാണ്. അദ്ദേഹം എന്താണ് ഈ നേരിട്ട ക്ലേശങ്ങൾക്ക് ഉത്തരവാദി ആരായിട്ടും അല്ലെങ്കിൽ അതിന് ആരെയും പഴിചാരുന്നില്ല. ലാഭമായാലും നഷ്ടമായാലും സുഖമായാലും ദുഃഖമായാലും അത് ഈശ്വര നിശ്ചയമെന്ന് കരുതി അംഗീകരിക്കുകയും അത് ഭഗവാന്റെ അനുഗ്രഹമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഭക്തൻ അങ്ങനെയാണ്. ദുഃഖം വന്നാലും അതും കാരണക്കാരൻ ഭഗവാൻ, സുഖം വന്നാലും അതിനും കാരണക്കാരൻ ഭഗവാൻ. അപ്പം ഭാഗ്യം വന്നാലും ദോഷം വന്നാലും കാരണക്കാരൻ ആര് തന്നെയാണ്? ഭഗവാനാണെന്ന് കരുതി മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു? രണ്ടും ഒരേപോലെ സ്വീകരിക്കാൻ ഒരു ഭക്തന് സാധിക്കും എന്നാണ്. ഇപ്പൊ സുദാമ എന്താണ്, വളരെ ദാരിദ്ര്യമായിരുന്നിട്ടും ഭഗവാനെ കുറ്റപ്പെടുത്തിയില്ല അല്ലേ? പകരം എന്താണ്, കൂടുതൽ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ? കുചേലൻ എന്ന് നമ്മൾ പറയുന്ന സുധാമ. അപ്പോൾ അത് ഒരു സുഹൃത്തായിട്ട് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുഹൃത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരിക്കലും ഭഗവാനെ പഴിചാരിയില്ല. അതാണ് ഒരു ഉത്തമ ഭക്തന്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. നേട്ടമുണ്ടാകുമ്പോൾ അത് ഭഗവത് അനുഗ്രഹമാണെന്ന വസ്തുത ആരും നിഷേധിക്കുകയില്ല. അതേസമയം നമ്മൾ പറയല്ലേ, ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയും. അതേസമയം നഷ്ടമുണ്ടാകുമ്പോൾ, ക്ലേശമുണ്ടാകുമ്പോൾ സ്വഭക്തരെ ഇപ്രകാരം ദുരിതത്തിൽ അകപ്പെടുത്താൻ തക്കവിധം ദയയില്ലാത്തവനാണോ ഭഗവാൻ എന്ന് ഒരുവൻ സംശയിക്കാം. നമ്മളെല്ലാവരും പറയുന്നതാണ് അല്ലേ, ഹരേഷ്ണ എന്താണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈ ദുരിതം തന്നല്ലോ എന്ന് ചോദിക്കാം. ഭഗവാൻ എത്ര ദയയില്ലാത്ത ആളാണോ, ഞാൻ എത്ര നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറയും. മൂഢരായ അജ്ഞാനികളാൽ കുരിശിക്കപ്പെട്ട് യേശു ക്രിസ്തു ബാഹ്യദൃഷ്ടിയ കൊടിയ ദുരിതത്തിൽ അകപ്പെടുത്തപ്പെട്ടുവെങ്കിലും ദുർബുദ്ധികളായ അവരോട് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും കോപം തോന്നിയിരുന്നില്ല. അപ്പോൾ ഏതാണ് ജൂതന്മാര് എന്ത് ചെയ്ത് യേശു ക്രിസ്തുവിന് ഇതിലെ ക്രോസിൽ അല്ലേ തളച്ചപ്പോഴും, അതെ, അപ്പോൾ കുരിശിൽ തളച്ചപ്പോഴും അദ്ദേഹത്തിന് എന്താണ്, ഈ തളച്ച ജൂതന്മാരോട് ഒരു ദേഷ്യവും തോന്നിയില്ല. കാരണം എന്താണ്, ഇത് ഭഗവാന്റെ ഇച്ഛ എന്നാണ് യേശു ക്രിസ്തുവും വിശ്വസിച്ചിരുന്നത് എന്നാണ്. അനുകൂലമോ പ്രതികൂലമോ ആയ വസ്തുതകളെ അഥവാ സുഖദുഃഖങ്ങളെ സ്വീകരിക്കേണ്ട രീതി അതാണ് എന്നാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ എടുത്താലും നമുക്ക് അധികം ദുഃഖം വന്നാലും നമ്മൾ ആ ഭഗവാന്റെ ഇച്ഛ എന്ന് കരുതി എടുത്താൽ നമുക്ക് അത്രയ്ക്ക് മനസ്താപം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളൊന്നും അത് കാരണം വരത്തില്ല. അപ്പോഴും നമുക്ക് മനസ്സമാധാനം പറ്റും. അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഭക്തനായിട്ട്, ശരിയായിട്ടുള്ള ഒരു ഭക്തനായിട്ട് മാറുമ്പോഴേ നമുക്കത് സാധ്യമാകൂ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുക തന്നെ ചെയ്യും അല്ലേ? എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒരു മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്, പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും. എന്നാലും നമുക്കത് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിട്ടില്ല. അപ്പം നമുക്ക് ക്രമേണ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആകയാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവകാരിയെ പോലെ, കലാപകാരിയെ പോലെ അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നവനും തുല്യ അപരാധികളാകുന്നു. അപ്പം ഭക്തൻ എന്താ ചിന്തിക്കുന്നത്? ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ എന്ന് വിചാരിക്കും. അതേസമയം അല്ലാത്തവർ അത് ഒരു ഉപദ്രവകാരിയാണെന്ന് വിചാരിക്കും. അപ്പം ഉപദ്രവം ആരാണ്? ഭക്തനെ കൊണ്ട് എന്തെങ്കിലും ദോഷം വന്നാലും ഭക്തൻ ആരാണ് ഉപദ്രവകാരി എന്ന് സാധാരണക്കാര് വിചാരിക്കും. അതേസമയം ഭക്തന് മനസ്സിലാകും ഇത് തെറ്റാണ്, ഇത് നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ഭഗവത് അനുഗ്രഹത്താൽ എല്ലാവിധ വിപരീതങ്ങളെയും ഭക്തൻ സഹിക്കുന്നു. മഹാരാജാവ് പരീക്ഷിത്ത് ഇത് ഗ്രഹിക്കയാൽ ഋഷഭം സ്വയം ധർമ്മ വ്യക്തിത്വമായ യമധർമ്മ രാജാവാണെന്ന പരമാർത്ഥം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ശുദ്ധ ഭക്തനായതുകൊണ്ട് തന്നെ വേറൊരു ശുദ്ധ ഭക്തനെ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചു? പരീക്ഷത്തിന് സാധിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സർവ്വതിലും ഈശ്വരനെ ദർശിക്കുന്ന ഒരു ഭക്തനെ ക്ലേശം എന്ന
ക്ലേശം എന്ന ഒന്നില്ല. എന്തെന്നാൽ ക്ലേശമെന്ന് വിശേഷിപ്പിക്കുന്നവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭഗവത് അനുഗ്രഹമാകുന്നു. അപ്പം ഭക്തൻ വിചാരിക്കുന്നത് ഇതാണ്, ഇതും ഭഗവാന്റെ ഇച്ഛ, ഇതും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഏതാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന് അടുക്കാനുള്ള ഒരു മാധ്യമമാണ്. ഏതുപോലെയാണ് നമ്മൾ എന്താണ് നമ്മുടെ മുനി ആരാണ്? ഹരേ കൃഷ്ണ. വീണ മീട്ടി നടക്കുന്ന നാരദമുനി അല്ലേ? നാരദമുനിയുടെ 5 വയസ്സായപ്പോ എന്ത് ചെയ്തു? മാതാവ് സർപ്പ ദംശത്താൽ മരിച്ചു അല്ലേ? അപ്പൊ എന്താണ് ശരിക്കും എന്താണ് അത്? ഏറ്റവും വലിയൊരു ദുഃഖമാണ് അല്ലേ? അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ മരണപ്പെട്ടപ്പം നാരദ മഹർഷിക്ക്, മുനിക്ക് അത് തോന്നിയില്ല. കുട്ടിയായിരുന്ന നാരദ മുനിക്ക് തോന്നിയത് എന്താണ്? ഇതും ഭഗവാന്റെ ഇച്ഛ എന്നാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ പോലും നടത്താതെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ. അങ്ങനെ നമ്മൾ പഠിക്കുന്നു. അപ്പം അങ്ങനെയാണ് അത് ഒരു അനുഗ്രഹമായിട്ട് ഭഗവത് ഭക്തൻ കാണും എന്നാണ്. ഉപദ്രവിക്കപ്പെടുന്നവർ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരുടെ സമക്ഷം പരാതിയുമായി എത്തുന്നത് സാധാരണമാണ്. എന്നിരിക്കെ കലിസത്വത്താൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും പശുവോ കാളയോ രാജാവിനോട് പരാതിപ്പെട്ടില്ല. അപ്പം ഇവിടെ അതിന് ഉദാഹരണം പറയുന്നു. പശുവും ഇതാണ്, കാളയും എന്ത് ചെയ്തില്ല, ഒരു പരാതിയും പറഞ്ഞില്ല. സാധാരണ രാജാവിനോട് പരാതി പറയും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഏറ്റാൽ. ഇവിടെ അവരത് ചെയ്തില്ല. എന്നിരിക്കെ അതാണ്, പരാതിപ്പെട്ടില്ല. കാളയുടെ ഈ അസാധാരണമായ പെരുമാറ്റത്തിൽ കാള തീർച്ചയായും ധർമ്മവ്യക്തിത്വമായ യമധർമ്മ രാജാവാണെന്ന തീരുമാനത്തിൽ രാജാവ് എത്തിച്ചേർന്നു. അപ്പൊ പരീക്ഷത്ത് ഏത് അഭിപ്രായത്തിൽ എത്തിച്ചേർന്നു? എന്താണ് കൺക്ലൂഷൻ? എന്താണ്? ഇത് സാധാരണ ഒരു കാളയല്ല, മറിച്ച് ആരാണ്? ഭക്തനായ യമധർമ്മൻ തന്നെയാണ് ഏതായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിത്വം എടുത്തിട്ട് അല്ലെ, ഒരു രൂപം എടുത്തിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ യമധർമ്മൻ തന്നെയാണ് എന്ന് രാജാവിന് മനസ്സിലായി. അല്ലാത്ത പക്ഷം മറ്റാർക്കും ധർമ്മശാസനങ്ങളുടെ ഇത്രയും സൂക്ഷ്മമായ സങ്കീർണതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ധർമ്മരാജാനാണ് അല്ലേ, ധർമ്മരാജാവാണ്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മരാജാവായ യമധർമ്മനെ എന്താണ് ധർമ്മശാസനങ്ങൾ കീറി മുറിച്ച് പറയാനായിട്ട് അല്ലേ, അതാണ് സൂക്ഷ്മമായിട്ട് വളരെ ചെറിയ കാര്യങ്ങൾ പോലും ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട്, സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ധർമ്മരാജൻ തന്നെ ആയതുകൊണ്ടാണെന്ന് പരീക്ഷിത്ത് ഊഹിച്ചു. ശ്ലോകം 23. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥവാ ദേവമായായ നൂനം ഗതിരഗോചരാം ചേതസോ വജസാഭി ഭൂതാനാമിതി നിശ്ചയഃ. അഥവാ ദേവമായായാം നൂനം ഗതിർ അഗോചരാം. ഗതിർ അഗോചര എന്നാണ്. അഥവാ ദേവമായായാം നൂനം ഗതിര അഗോചര. അഗോചര എന്ന് വെച്ചാൽ അപ്പോൾ കാണാൻ പറ്റാത്ത, ഭാവനാതീതം എന്നാണ്. ചേതസോ വജസാഭി ഭൂതാനാമിതി നിശ്ചയഃ. കൃഷ്ണ വായിച്ചോളൂ. അഥവാ ഓം നമോ ഭഗവതേ വാസുദേവായ. അഥവാ ദേവമയായ നൂനം ഗതി അഗോചര ചേതസാ വജസാഭി ഭൂതാനാമിതി നിശ്ചയഃ. ഹരേ കൃഷ്ണ. ഗതിർ അഗോചര. ഹരേ കൃഷ്ണ. നൂനം ഗതി അഗോചര. ഹരേ കൃഷ്ണ. നൂനം പദാനുപദാർത്ഥം. നൂനം മാറി മാറി സംഭവിക്കുക, അഥവാ മാറി മാറി സംഭവിക്കുക. ദേവ ഭഗവാൻ മായായ ശക്തികൾ. നൂനം എളുതായ. ഗതിഹി ഗതി. അഗോചര ഭാവന അതീതം. ചേതസഹ മനസ്സാല്. വജസഹ വാക്കാലോ. അല്ലെങ്കിൽ അഭി കൂടെ. ഭൂതാനം എല്ലാ ജീവാത്മാക്കളുടെയും ഇതി അപ്രകാരം നിശ്ചയ നിർണയിച്ചു. ഇപ്പൊ വിവർത്തനത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു, ഇപ്രകാരം ഭഗവത് ശക്തികൾ അചിന്ത്യമാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ശക്തികൾ എന്താണ്? നമുക്ക് പറയാൻ പറ്റുന്നതല്ല അല്ലേ, നമുക്ക് വിവരിക്കാൻ പറ്റുന്നതല്ല. അത്രയ്ക്ക് അചിന്യം, ചിന്തയ്ക്ക് അതീതമായിട്ട് അതാണ് അഗോചര അല്ലെ, ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളതാണ്
അത് എന്താണ് മാനസിക ഊഹാപോഹങ്ങളാലോ വാക്കുകളാലോ ആർക്കും അവയെ അപഗ്രഥിക്കുവാൻ കഴിയില്ല. അപ്പൊ ഇവിടെ എന്താണ് ഭഗവാൻ എന്ത് ഇച്ഛിച്ചു? പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഭരണം ഏറ്റവും ഉത്തമമാണെന്ന് തെളിയിക്കാനായിട്ട് രണ്ടുപേരെ ഇങ്ങോട്ട് വിട്ടു അല്ലേ? ആരെ? ഋഷഭത്തിനെയും അതേപോലെ ആരാണ്? ഗോമാതാവിനെയും അല്ലേ? അപ്പൊ അവര് ധർമ്മശാസനങ്ങൾ നന്നായിട്ട് ഉൾക്കൊണ്ട രീതിയിലാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന് ഇവർ സാധാരണക്കാരല്ല എന്ന് മനസ്സിലാകുകയും ഇന്ന ആളാണെന്ന് പറയുകയും ചെയ്തു. അപ്പം ഭഗവാന്റെ ഇച്ഛകൾ എന്താണ്? ശക്തി. ഇവരും ഭഗവാന്റെ ഭാഗികമായിട്ട് ശക്തിയാണ് അല്ലെ? ഭൂമിദേവി എന്ന് പറയുന്നതും യമദേവൻ എന്ന് പറയുന്നതും ഭഗവാന്റെ ഇതാണ് ഭാഗികമായിട്ടുള്ള ശക്തികളാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തികൾ ഹരേ കൃഷ്ണ ഭഗവാന്റെ ശക്തികൾ അചിന്ത്യമാണെന്ന് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ ഭഗവാൻ തൻ്റെ ശക്തികളെ ഉപയോഗിക്കുന്നു, ആരിലൂടെയെങ്കിലും അല്ലേ? ഭഗവാന്റെ പ്രതിനിധികളാലോ അതെ അല്ലെങ്കിൽ ദേവന്മാരാലോ ഒക്കെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ശക്തികൾ വേണ്ട വിധത്തിൽ പ്രയോഗിക്കും. ആർക്ക് വേണ്ടിയിട്ട്? ഭഗവാന്റെ ഭക്തനെ ശ്രേഷ്ഠനാക്കുന്നതിന് വേണ്ടി അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ആ ശക്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഊഹാപോഹങ്ങൾ കൊണ്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ എന്താണ് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അതെത്രയാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കാത്ത അത്ര ശക്തിയാണ്. ആൾ പവർഫുൾ എന്നാണ് അല്ലേ ഭഗവാന്റെ ശക്തി. അദ്ദേഹത്തിൻ്റെ ഷഡ് ഐശ്വര്യങ്ങളിൽ ഒന്നാണ് അല്ലേ ശക്തി എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതല്ല, നിർവഹിക്കാൻ പറ്റാത്ത വർണ്ണന അതീതമാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഇപ്രകാരം ഭഗവത് ശക്തികൾ അചിന്ത്യമാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. സർവ്വതിൻ്റെയും പരമകർത്താവ് ഭഗവാനാണെന്ന് ഭക്തന് നിശ്ചയമായും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഭക്തൻ കർമ്മിയെ തിരിച്ചറിയുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യം ഉയർന്നേക്കാം. പരമനിർവാഹകൻ ആരെന്നറിയെ യഥാർത്ഥ നിർവാഹകൻ അഥവാ കർത്താവ് ആരെന്നതിനെക്കുറിച്ച് അജ്ഞനാണ് താനെന്ന് ഒരുവൻ സ്വയം അഭിനയിക്കരുത്. അപ്പം എന്താണ്? ആരാണ് ഇതിൻ്റെ പുറകിലുള്ള ശക്തി എന്ന് മനസ്സിലായിട്ട് അത് മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നത് തെറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സന്ദേഹത്തിന് ഉത്തരം സർവ്വതും തൻ്റെ നിയുക്തമായ ശക്തി അഥവാ ഭൗതിക ശക്തിയാൽ നിർവഹിക്കപ്പെടുന്നതാകയാൽ ഭഗവാനും അതിന് നേരിട്ട് ഉത്തരവാദിയല്ല. അപ്പം നമുക്ക് ഒരു സംശയം വരെ എല്ലാം എന്താണ്? ഭഗവാനാണ് ചെയ്യുന്നത് എങ്കിൽ എന്താണ് നമ്മളെ കൊണ്ട് ഓരോന്നങ്ങനെ ചെയ്യിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇവിടെ. കർമ്മിയെ തിരിച്ചറിയുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഇവിടെ പറയും. എന്തുകൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വരുമ്പോൾ അതിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? സർവ്വതും തൻ്റെ നിയുക്ത മായാശക്തിയും അല്ലെങ്കിൽ ഭൗതിക ശക്തിയാൽ നിർവഹിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ അതിൽ നേരിട്ട് ഉത്തരവാദിത്തമില്ല. ഭഗവാൻ അതിൽ ഉത്തരവാദിയല്ല. കാരണം എന്താണ്? കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയാണ്, ബാഹ്യശക്തിയാണ് ചെയ്യുന്നത്. അതിന് ഭഗവാൻ ഉത്തരവാദിയല്ല. ഭഗവാൻ നേരിട്ടൊന്നും അതിൽ ഇടപെടുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള സന്ദേഹങ്ങളെ സദാ ഉത്തേജിപ്പിക്കുകയാണ് ഭൗതിക ശക്തി അഥവാ മായാശക്തി ചെയ്യുന്നത്. ഭഗവത് അനുവാദം ഇല്ലാതെ ഏതൊന്നും തന്നെ സംഭവിക്കുകയില്ലെന്ന് ധർമ്മ വ്യക്തിത്വത്തിന് ശരിക്കും അറിയാം. എന്നിട്ടും മായാശക്തിയുടെ പ്രഭാവത്താൽ അദ്ദേഹം സന്ദേഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ആകയാലാണ് പരമകാരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത്. അപ്പം ഇവിടെ ഇത് പറയുന്നത് എന്താണ്? നേരത്തെ അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നിവിടെ പറഞ്ഞു അല്ലേ? ആരാണ്? ഋഷഭം. എന്തുകൊണ്ട് ആരാണ് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞില്ല എന്നിവിടെ അതിനുള്ള മറുപടി ഇവിടെ പറയുകയാണ്. മായാശക്തിയുടെ പ്രഭാവത്താൽ അദ്ദേഹത്തിന് എന്തുണ്ടായി? സംശയമുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ആരാണ് എന്ന് എടുത്തു പറയാത്തതെന്നാണ് ഇവിടെ പറയുന്നത്. മായാശക്തിയുടെയും കലിയുടെയും പ്രഭാവത്താൽ പങ്കിലമായതാണ് ഈ സന്ദേഹ അവസ്ഥയ്ക്ക് കാരണം. അപ്പം അദ്ദേഹത്തിന് സംശയം വരാൻ കാരണം എന്താണെന്നാണ് പറയുന്നത്? അദ്ദേഹവും ഏതിൻ്റെ കീഴിൽപ്പെട്ടു? മായാശക്തിയുടെയും കലിയുടെയും അതിൻ്റെ സ്വാധീനത്തിൽ പെട്ടു. എന്താണ് പങ്കിലമായി എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? മലിനമായി അല്ലേ? മലിനീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് വായിച്ച് നിർത്താം. ഈ സന്ദേഹ അവസ്ഥയ്ക്ക് കാരണം കലിയുഗമാകെ
മായാശക്തിയാൽ പൂരിതമായിരിക്കുന്നു. മാത്രവുമല്ല അവയുടെ നിർണയ തോത് അവ്യാഖ്യേയവുമാണ്. നമുക്ക് പറയാൻ അളക്കാൻ പറ്റാത്തതുമാണ്. കലിയുടെ സ്വാധീനം, കലിയുടെ മായാശക്തി. കലിയുഗത്തിലെ മായാശക്തി എന്ന് പറയുന്നത് നമുക്കെന്താണ് നിർണയിക്കാൻ പറ്റാത്ത അത്ര, വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് കൂടുതലായത് കൊണ്ട് ഇവിടെ ആരും അതിൽ പെട്ടു എന്നാണ് പറയുന്നത്. ഋഷഭവും അതിൽ പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഋഷഭ ആരാണ്? ധർമ്മദേവൻ അല്ലേ? ആ ധർമ്മദേവനും സംശയം വന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ശരിക്കുള്ള മറുപടി പറഞ്ഞില്ല, ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തത വരും. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.